കിഴക്കിന്റെ വെനീസ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണിത്. നെല്ലും വയലും കായലോരങ്ങളും കൈകോർക്കുന്ന ഈ വിശുദ്ധതയിൽ അല്പനേരം ചെലവിട്ടാൽ ഏത് കഠിന ഹൃദയവും തരളിതമാകും. ഇത് കുളമാക്കിൽ തറവാട്. ഈ തറവാടിന്റെ ഐശ്വര്യവും അഴകുമായി രണ്ട് കൊമ്പന്മാർ ഇവിടെയുണ്ട്, വിജയകൃഷ്ണനും സീതാരാമനും. എന്നും ആനച്ചൂരിന്റെ ഗന്ധം നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു തറവാടാണിത്. ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും നിരവധി ആനക്കഥകൾ പറയുവാനുണ്ടാകും. കൊലകൊമ്പന്മാർ മുതൽ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പരമാർത്ഥികൾ വരെ നിരക്കുന്ന അനേകം പേർ. അതിലെ രണ്ട് കണ്ണികളാണ് വിജയകൃഷ്ണനും സീതാരാമനും. നീരിൽ നിൽക്കുന്ന സീതാരാമന്റെ വിശേഷങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ ഇവന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് വിജയകൃഷ്ണനിലേക്ക് ക്യാമറ ചലിപ്പിച്ചത്. സാഹചര്യങ്ങളാണ് മനുഷ്യനായാലും മൃഗങ്ങളായാലും അവയെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. ഈ സൗഹൃദം വിരിയുന്ന അന്തരീക്ഷത്തിൽ കഴിയുന്ന ആനകൾ പരമസാത്വികന്മാരായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ അറിയാം, വലിയ ചങ്ങലക്കുരുക്കുകളൊന്നുമില്ലാതെയാണ് ഇവന്റെ നിൽപ്പും നടത്തയുമെല്ലാം. 10-20 ഏക്കറോളം വളർന്നു പരന്നു കിടക്കുന്ന ഈ വിശാലമായ പറമ്പിൽ ഒരേ സമയം 5 കരിവീരന്മാർ വരെ തുമ്പി ഇളക്കിയും ചെവിയാട്ടിയും ചിഹ്നം വിളിച്ചുമെല്ലാം ആഘോഷപൂർവ്വം നിന്നിട്ടുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സുന്ദരമായൊരു കാഴ്ചയാണത്. കുളമാക്കിൽ തറവാട്ടിലെ ഇപ്പോഴത്തെ ഐശ്വര്യമാണ് ഇവർ. തലമുറകളായി ആനകളെ വളർത്തുകയും സ്നേഹിച്ച് പരിപാലിച്ചു പോരുകയും ചെയ്യുന്ന കലവൂരിലെ ഈ വീട്ടുകാർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉയിരും ഉണർവും നൽകിയ നിരവധി ധീരസഖാക്കൾ ഈ വലിയ തറവാട്ടിൽ പിറന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും ഇളയ പിന്മുറക്കാരനാണ് ഇപ്പോൾ ഈ വീട്ടിൽ കഴിയുന്ന കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഖാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുന്നേയുള്ള തെരഞ്ഞെടുപ്പിലും കൃഷ്ണപ്രസാദ് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. വീട്ടുകാരന് രാശിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കൊമ്പന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ വിജയം കപ്പിനും ചുണ്ടിനുമിടയിൽ വളരെ ചെറിയ വോട്ടിന് നഷ്ടപ്പെടുകയായിരുന്നു. നാട്ടിലെ സഖാക്കളെല്ലാം നല്ല വിശ്വാസം പുലർത്തിയതുപോലെ വിജയകൃഷ്ണനും സീതാരാമനും പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനായി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഇലക്ഷൻ കാലത്ത് ഈ തറവാട്ടുമുറ്റത്ത് ഇങ്ങനെ ശാന്തതയൊന്നുമില്ലെന്നിവർ പറയും. മാത്രമല്ല, പാർട്ടിയുടെ പല പരിപാടികൾക്കും പോകുവാൻ ഇവിടെ ഉണ്ടായിരുന്ന ആനകൾക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സമ്മേളനങ്ങളുടെ വർണ്ണാഭമായ ഉദ്ഘാടനങ്ങൾക്കും ഘോഷയാത്രകൾക്കും സമാപനങ്ങൾക്കുമെല്ലാം ഇവിടെ നിന്ന് ആനകൾ പോയിട്ടുണ്ട്. മറ്റുള്ള പല ആനകൾക്കും ലഭിക്കാത്ത ഭാഗ്യമായി ഇവർ അതിനെ കാണുകയും ചെയ്യുന്നു. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം അമ്പലങ്ങളിൽ എഴുന്നള്ളത്തിനും പൂരത്തിനും തിരുവാഭരണം ചാർത്തി നിൽക്കുവാനും തിടമ്പെടുക്കുവാനുമെല്ലാം ഇവർ മുടങ്ങാതെ പോകാറുണ്ട്. കുളമാക്കിൽ തറവാട്ടിൽ നിന്നും ആനകൾ പോകാത്ത തെക്കൻ കേരളത്തിലെ ഉത്സവങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം.